ജാൻവി, കൊച്ചെന്താ ഇവിടെ? ഞാൻ പറഞ്ഞില്ലേ വല്യപ്പച്ച, എനിക്ക് ഇച്ചനെ ഒന്ന് കാണണം. എവിടെയാ ഇച്ചൻ? അവൻ ഇവിടെ ഇല്ല കൊച്ചേ. കാര്യം എന്തെങ്കിലും ഇല്ലാതെ ഈ കൊച്ച് ഇത്രയും ദൂരം പെട്ടിയും ചുമന്നോണ്ട് വരില്ല. പുണ്യാളച്ചൻ വല്ലതും ഒപ്പിച്ചിട്ടാണോ ബാംഗ്ലൂരിൽ നിന്നും പോന്നത്? അയാളുടെ തല പുകഞ്ഞു. എന്നതായാലും ഇതിനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് ബുദ്ധിയല്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പോ. അയാൾ അവളെ നോക്കി ഒന്നിളിച്ചു. അയ്യോ, വല്യപ്പച്ചൻ എന്നതായി കാണിച്ചേ? കൊച്ചിത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുവാണെന്നോർക്കാതെ മുറ്റത്ത് നിർത്തി പോലീസുകാരെ പോലെ പെരുമാറി അല്ലയോ? പോട്ടെ കൊച്ചേ, വയസ്സായില്ലേ, അതിൻ്റെയാ. കൊച്ചുവാ, വന്ന് എന്നതേലും കഴിച്ച് റെസ്റ്റ് എടുക്ക്. അപ്പോഴേക്ക് എൻ്റെ പുണ്യാളച്ചൻ ഇങ്ങെത്തും. ന്യൂട്ടറിൽ അവളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം എന്നോർത്ത് അയാൾ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾ അയാൾക്കൊപ്പം വീട്ടിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറി അവൾ അത്ഭുതം കൊണ്ട് ചുറ്റും നോക്കി. കൊച്ചിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇവിടിപ്പോ മരുമോള് കൊച്ചില്ല കേട്ടോ. എല്ലാരും പുറത്തു പോയേക്കുവാ. ഇപ്പൊ വരും. കൊച്ചിരിക്കെ. അയാൾ സെറ്റിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. കിച്ചണിലേക്ക് നടന്നു. ഈശോയെ, ഇത്രയും കാലത്തിനിടയിൽ ഒരാൾ പോലും പുണ്യാളനെ തേടി വന്നിട്ടില്ല. എന്നിട്ടിപ്പോ വന്നതോ ഒരു പെങ്കൊച്ചും. എന്താണ് ഈശോയെ ഇതിൻ്റെയൊക്കെ അർത്ഥം? അയാൾ കുറച്ച് ജ്യൂസ് എടുത്ത് ഹാളിലേക്ക് വന്നു. പുറത്തേക്ക് നോക്കി ആലോചനയോടിരിക്കുന്നൊരു പെൺകുട്ടി. അയാൾ അവളെ ഒന്നൊഴിഞ്ഞു. വെളുത്ത നിറം, വീതിയേറിയ നെറ്റിത്തടം, വില്ലുപോലെ വളഞ്ഞ പുരികക്കുടി, വിടർന്ന കണ്ണുകൾ, തത്തമ്മ ചുണ്ടുപോലെ വളഞ്ഞ മൂക്ക്, വിടർന്ന് ചുവന്ന ചുണ്ടുകൾ, വെളുത്തു നീണ്ട കഴുത്ത്, കഴുത്തിൽ ഒരു കുരിശുമാല, ഒപ്പം ട്രാൻസ്പെറൻറ്റ് ചെയിൻ, കാതിലൊരു കുഞ്ഞു സ്റ്റഡ്, നീണ്ടു മെലിഞ്ഞ കയ്യിൽ ഒരു കൈചെയിൻ, ജീൻസും ടോപ്പും വേഷം. കണ്ടാൽ തറവാടിത്തം തോന്നുമെങ്കിലും ക്ഷീണം അവളെ വല്ലാതെ ഉലച്ചുവെന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്ന് അയാളുടെ നെഞ്ചിൽ മറ്റൊരു മുഖം കടന്നു വന്നു. കൊച്ചേ. അവൾ തിരിഞ്ഞു. കൊച്ചിത് കുടിക്ക്, എന്നിട്ട് വാ. വല്യപ്പച്ചൻ കൊച്ചിനൊരു മുറി തുറന്നു തരാം. കൊച്ചൊന്ന് ഫ്രഷാവ്. എന്നിട്ട് ക്ഷീണം മാറുന്നത് വരെ ഒന്നുറങ്ങിക്കോ. അയാൾക്ക് എന്താ പറ്റിയതെന്ന് അവൾ അമ്പരപ്പോടെ ഓർത്തു. പിന്നെ ജ്യൂസ് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത് ഗ്ലാസ് തിരികെ കൊടുത്തു. അയാൾക്ക് അവളുടെ അവസ്ഥയിൽ വല്ലാത്തൊരു വിഷമം തോന്നി. കൊച്ചു വാ. അയാൾ നടന്നു കഴിഞ്ഞു. അവളെ കൂട്ടി അയാൾ പോയത് അടുത്തുള്ള റൂമിലേക്കാണ്. ചെല്ല്, പൊയ്ക്കോ. അവളൊന്ന് മടിച്ചു. പൊയ്ക്കോ മോളെ, ഇവിടെ ഒന്നിനും കൊച്ചു പേടിക്കണ്ട. വല്യപ്പച്ചൻ പറഞ്ഞതുപോലെ ക്ഷീണം മാറിയിട്ട് പുറത്തേക്ക് വന്നാ മതി. വല്യപ്പച്ച, ഞാൻ ആരാണെന്നും എന്തിനാ വന്നതെന്നും കൊച്ചിപ്പോ ഒന്നും പറയണ്ട. ഇത്രയും ദൂരം കൊച്ചൊറ്റയ്ക്ക് വരണമെങ്കിൽ അതിന് തക്ക കാരണമുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാ ഇവിടെ നിർത്തുന്നത്. ഇപ്പോൾ നിനക്കാവശ്യം റെസ്റ്റാണ്. അത് കഴിഞ്ഞ് നിനക്ക് പറയാൻ സൗകര്യമുണ്ടെങ്കിൽ എന്നോട് പറയാം, എന്തും. അവൾ തലയാട്ടി. അയാൾ തിരിച്ചു പോയതും അവൾ വാതിൽ ചേർത്തടച്ചു. നിറഞ്ഞു വന്ന കണ്ണുകൾ വാശിയോടെ തുടച്ചുകൊണ്ട് അവൾ ബാഗ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ ബെഡിലേക്കിരുന്നു പൊട്ടിക്കരഞ്ഞു. അവളുടെ മനസ്സിലേക്ക് അവൻ്റെ രൂപം തെളിഞ്ഞു വന്നു. CAT കോച്ചിങ് സെൻറ്റർ ഇൻ കാലിക്കറ്റ്. ജാൻവി, ഡാ, ദയാ തെണ്ടി നിന്റെ വണ്ടിയുടെ മുകളിൽ കയറി ഇരിക്കുക. മാറാൻ പറഞ്ഞപ്പോൾ അവന് സൗകര്യമില്ലെന്ന് സോഫി ദേഷ്യത്തോടെ പറയുമ്പോൾ ജാൻവിയുടെ മുഖം ചുളിഞ്ഞു. ഏത് തെണ്ടിയുടെ കാര്യമാ സോഫി നീ പറയുന്നത്? എടാ, ഇന്നലെ ഐസ്ക്രീം പാർലർ പോയപ്പോൾ ഉടക്കാൻ വന്ന അവനില്ലേ, ആ തെണ്ടി തന്നെ. ഓ, അവനോ? എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ. നീ വാടാ. ജാൻവി സോഫിയെ കടന്നു മുന്നിലേക്കോടി. തൻ്റെ എൻഡോർക്കിൻ്റെ പുറത്തിരുന്ന് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന അവനെ കണ്ടതും അവൾക്ക് വിറഞ്ഞു കയറി.
ഒരൊറ്റ ഓട്ടത്തിന് അവൻ്റെ പിന്നിലെത്തി അവൾ ഒരൊറ്റ ചവിട്ടായിരുന്നു. അവൻ മൂക്കും കുത്തി താഴേക്ക് പോയി. പിന്നിൽ നിന്ന സോഫി വിസിൽ നീട്ടിയടിച്ചു. നിലത്ത് വീണ അവൻ ചാടി എണീറ്റു. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. എടീ, എന്താടാ നിന്നെ ഞാൻ? പോടാ പുല്ലേ. അവൻ സ്കൂട്ടറിൽ പിടിച്ച് ഉയർന്നു ചാടി അവളുടെ മുന്നിലെത്തി അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. ആണുങ്ങളുടെ മേലെ കൈ വെക്കുന്നോടി. അവൾ ഒറ്റത്തട്ടിന് അവൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ചു. കൈയല്ലടാ പുല്ലേ, കാലാ വച്ചത്. ഇന്നലെയേ ഞാൻ നിന്നെ നോട്ടം ഇട്ടതാ. പാർലർ വെച്ച് നിന്നെ അറിയാതൊന്ന് മുട്ടിയപ്പോ നീ എൻ്റെ സോഫിയെ തെറി വിളിച്ചു. അപ്പോഴേ ഞാൻ കരുതിയതാ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമെന്ന്. അത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയില്ല എന്ന് മാത്രം. പിന്നെ കിട്ടുന്ന അവസരങ്ങളൊന്നും ഈ ജാൻവി കളഞ്ഞു കുളിക്കില്ല കേട്ടോടാ. അവള് വന്നപ്പോഴേ അങ്ങ് മാറിയെങ്കിൽ ഇങ്ങനെ നാറണമായിരുന്നു. ഇതിപ്പോ ചേച്ചേ. എടി, നീ ചെവിയെ നുള്ളിക്കോ. ഇതിന് നിന്നെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ആനക്കാട്ടിൽ ഇഷാൻ ശ്യാം ജേക്കബ് എന്നല്ല. അയ്യോ, മുഴുത്ത പേരാണല്ലോ. നീ എന്നെ ഞൊട്ടും. പോടാ ഞാനൂലേ, തരത്തിപ്പോയി കളിക്കടാ. പുച്ഛത്തോടെ അവൾ വണ്ടിയിൽ കയറാൻ തുടങ്ങി. അവൻ ചുറ്റും ഒന്ന് നോക്കി. സെന്ററിലെ മുഴുവൻ പിള്ളേരും കാഴ്ചക്കാരായി നിൽക്കുന്നു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ദേഷ്യത്തോടെ കാലുയർത്തി വണ്ടിയിൽ ആഞ്ഞു തൊഴിച്ചു. വണ്ടി മറിഞ്ഞതും അവൾ പകച്ചു. എടാ, നിവർന്ന അതേ സ്പീഡിൽ അവൾ അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. അവൻ വിറച്ചുപോയി. അങ്ങനെയൊരു പ്രതികരണം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ മുഖം ചുവന്നു കയറി. അവൻ അതേ നിൽപ്പ് തുടരുന്നത് കണ്ടതും സോഫിക്ക് ഭയം തോന്നി. ജാൻവി, വാ, മതി, പോകാം. സോഫി അവളെ പിടിച്ചു വലിച്ചു. നീ വണ്ടി എടുക്ക് സോഫി, ഇവൻ എന്താ ചെയ്യുന്നതെന്നൊന്ന് കാണട്ടെ. വിറച്ചുകൊണ്ട് ജാൻവി പോരു കോഴിയെ പോലെ നിന്നു. അവൻ്റെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു. അവൻ്റെ ഉള്ളിൽ അപമാനഭാരമേറി. അവൻ മെല്ലെ മുഖം നിവർത്തി. അവൻ്റെ ചുവന്ന കണ്ണുകൾ അവൾ ചെറുതായി ഒന്ന് പതറി. എന്നിട്ടും അവൾ ധൈര്യം സംഭരിച്ചു. എന്താടാ നീ നോക്കി പേടിപ്പിക്കുന്നത്? നീയാണാണെങ്കിൽ തിരിച്ചു തല്ലടാ. പക്ഷെ നീ ഓർത്തോ, എൻ്റെ ശരീരത്തിൽ നിന്റെ കൈ പതിഞ്ഞ ആ കൈപിന്നുണ്ടാകില്ല. വെല്ലുവിളിക്കും പോലെ അവൾ പറഞ്ഞു. അവൻ പുച്ഛത്തോടെ ചിരിച്ചു. എന്നാ പിന്നെ അതൊന്ന് അറിയണമല്ലോ. നിന്റെ ശരീരത്തിൽ കൈവച്ചാ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്നൊന്ന് അറിയണമല്ലോ. അവൻ അവളുടെ നേരെ ചുവടുകൾ വച്ചു. ജാൻവി, സോഫിക്ക് പേടി തോന്നി. പെൺപിള്ളേരുടെ കൈ പോലെയല്ല, ഇവന്റെ കയ്യിന്നൊരെണ്ണം കിട്ടിയ. അയ്യോ എൻ്റെ ജാൻവി, നിന്റെ പല്ല്. അവൾ ഉള്ളിലോർത്തു. അവൻ അവളുടെ തൊട്ടടുത്തെത്തി. ഒരു മൂകത ചുറ്റും പരന്നു. ഇപ്പൊ അടിപൊട്ടുമെന്ന് എല്ലാവരും കരുതി നെഞ്ചിടിപ്പോടെ നിന്നു. ഇഷാൻ അവളുടെ മുഖം വലിച്ചു പിടിച്ചെടുത്ത് ചുണ്ടിലാഴ്ന്നിറങ്ങി. ജാൻവി ഞെട്ടിപ്പോയി. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ അവൻ്റെ നാവിനെ ചുഴറ്റി വലിച്ചു. അവളുടെ കണ്ണ് മിഴിഞ്ഞുപോയി. ജാൻവിയുടെ കണ്ണ് ബുൾസൈ പോലെ തള്ളി വരുന്നത് കണ്ട സോഫിയുടെ വാ തുറന്നുപോയി. നാവിലറിയുന്ന അവൻ്റെ ഉമിനീരിൻ്റെ രുചി അവൾക്ക് ശ്വാസം മുട്ടുന്നതുപോലെ. മൊത്തത്തിലൊന്ന് നുണഞ്ഞെടുത്തുകൊണ്ട് അവൻ അവളെ പിന്നിലേക്ക് ശക്തിയിൽ തള്ളി. അവൾ വീഴാതെ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് ശ്വാസം വലിച്ചു വിട്ടു. നെഞ്ചിൽ അമർത്തി തഴുകി. അവൻ അവളെ പുച്ഛത്തോടെ നോക്കി. തള്ളവിരൽ കൊണ്ട് ചുണ്ട് തുടച്ചെടുത്തു. അവൻ്റെ മുഖത്ത് വിജയിച്ച ഭാവം, ചുണ്ടിൽ വിജയത്തിൻ്റെ പുഞ്ചിരി. ചുറ്റും നിൽക്കുന്ന കുട്ടികളുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി കണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പെട്ടെന്ന് ആ കണ്ണുകൾ ചുവന്നു. എടാ, ദേഷ്യത്തിൽ അവൻ്റെ നേർക്ക് ചീറിയെടുത്തു. അവൻ്റെ നേരെ ഉയർന്ന അവളുടെ കയ്യിലവൻ പിടുത്തമിട്ടു. തിളയ്ക്കാതടി പുല്ലേ, ഒരടിയുടെ എഫക്റ്റ്
നീ അനുഭവിച്ചല്ലോ. അവളുടെ കൈ തിരിച്ചു കറക്കി അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് ലോക്കിട്ടു. ഈ കൂടി നിൽക്കുന്ന പിള്ളേരുടെ മുന്നിൽ വച്ച് നീ എന്നെ തല്ലി. നിന്നെ തിരിച്ചു മുരടി അടിച്ച ഞാൻ ഇത്രയ്ക്കേ ഉള്ളെന്ന് ഇവരൊക്കെ കരുതില്ലേ? എന്നാ പരസ്യമായി ഞാൻ നിന്നെ കിസ്സടിച്ചപ്പോ എനിക്ക് കിട്ടിയൊരു കിക്കുണ്ടല്ലോ, എൻ്റെ മരണം വരെ അതെന്നിലുണ്ടാകും. പിന്നെ പറയാതെ വയ്യ, നല്ല ടേസ്റ്റായിരുന്നു. കാതിലൂതിക്കൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ ശരിക്കും ആസ്വദിച്ചു. അവൻ കാറ്റുപോലെ കാതിൽ പറഞ്ഞതും അവളുടെ കണ്ണുകൾ തുളുമ്പി ഒഴുകി. ഇനിയും ആമ്പിള്ളേരുടെ നേർക്ക് കൈയും കാലും പൊക്കുമ്പോൾ നീ ഇതോർക്കും. ഇനിയും എൻ്റെ നേരെ വന്നാ ചിലപ്പോൾ നിർത്തിയെടുത്തു നിന്നും താഴേക്ക് ഞാൻ പോകും, ഓർത്തോ. ഇപ്പോൾ മനസ്സിലായോടി ഈ ഇഷാൻ ശ്യാം ജേക്കബ് ആരാണെന്ന്? അവൻ മുരണ്ടു. അവളെ സൈഡിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ നടന്നു നീങ്ങി. ബാലൻസ് തെറ്റി അവളെ വീഴാതെ താങ്ങിയത് സോഫിയായിരുന്നു. ജാൻവി. സോഫി അവളെ ചേർത്ത് പിടിച്ചു. ജാൻവി അവളെ തട്ടിമാറ്റി. വിടില്ല ഞാൻ അവനെ. ഈ ജാൻവി ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അവൾ ദേഷ്യത്തിൽ വിറച്ചു. ആനക്കാട്ടിൽ ഇഷാൻ ശ്യാം ജേക്കബ്. അവളുടെ പല്ലിനിടയിൽ ആ പേര് ചതഞ്ഞു. ഹോസ്റ്റലിലെത്തിയ ജാൻവി ഒന്നും മിണ്ടാതെ റൂമിൽ കയറി കതകടച്ചു. സോഫിയും അവളുടെ ഒപ്പം ആ റൂമിൽ തന്നെയാണ്. കോച്ചിങ്ങിന് വന്നപ്പോൾ ജാൻവിക്ക് കിട്ടിയ കൂട്ടാണ് സോഫി. സോഫി അവളെ തനിച്ചു വിട്ടുകൊണ്ട് പുറത്ത് കാത്തിരുന്നു. മറ്റുള്ള റൂമിലുള്ളവർ അവളെ കണ്ട് ചിരിച്ചു. എവിടെ ചുംബന സമരത്തിൽ വിജയിച്ച ധീര വനിത? മഞ്ജുവിൻ്റെ ചോദ്യം കേട്ട് സോഫിക്ക് ചൊറിഞ്ഞു വന്നു. നീ ഒന്ന് പോയേ മഞ്ജു, വെറുതെ തോണ്ടല്ലേ. അയ്യോ, ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക്. ഓ പിന്നെ, നിനക്ക് ജാൻവിയോടുള്ള അസൂയ ഇവിടെ ആർക്കും അറിയാത്തതാണല്ലോ അല്ലേ? എനിക്കെന്ത് അസൂയ? ആ, ഇല്ലെന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞാ ശരിയായില്ല. അങ്ങനെ പറയാനും കഴിയില്ല. അടാറ് ഗ്ലാമറുള്ള ഒരുത്തനല്ലേ അവളെ പിടിച്ച് കിസ്സടിച്ചത്. അതിലിത്ര വേദന നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാളെ തന്നെ ചെന്ന് അവനെ പിടിച്ച് കിസ്സടിക്കടി. ഡോർ തുറന്നുകൊണ്ട് ജാൻവി ആക്രോശിച്ചു. ജാൻവിയുടെ സ്വരം കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. ജാൻവി, അത് ഞാൻ വെറുതെ. മഞ്ജു, നീ പോയേ. എനിക്കിപ്പോൾ അത്ര നല്ല മൂടല്ല. എൻ്റെ കയ്യിന്ന് പോയിരിക്കുക. വെറുതെ മേടിച്ചു കൂട്ടാൻ നിൽക്കരുത്. അവൾ ദേഷ്യത്തിൽ പറഞ്ഞതും മഞ്ജു സ്ഥലം വിട്ടു. ജാൻവി അകത്തേക്ക് കയറിയതും സോഫി പിന്നാലെ ചെന്നു. എന്താ നിനക്ക്? എന്താണെന്ന് നീ കണ്ടില്ലേ? എനിക്കവനെ വേണം. ഒരു പണി തിരിച്ചു കൊടുത്തില്ലേ എനിക്കുറങ്ങാൻ കഴിയില്ല സോഫി. അവൻ എവിടെ താമസിക്കുന്നെന്ന് നിനക്കറിയോ? എൻ്റെ ജാൻവി, നീ ഒന്ന് അടങ്ങ്. പതിയെ ആലോചിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാം. നീ വെറുതെ ചാടിക്കയറൊന്നും ചെയ്യല്ലേ. ജാൻവി ആലോചനയോടെ ബെഡിലേക്ക് കിടന്നു. നേരം ഇഴഞ്ഞു നീങ്ങി. സോഫി കുളിക്കാൻ കയറിയതും ജാൻവി പുറത്തേക്കിറങ്ങി. പുറത്തിരിക്കുന്ന തൻ്റെ സ്കൂട്ടിയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൾ പിന്നിലേക്ക് നടന്നു. വാർഡന്റെ കണ്ണിൽപ്പെടാതെ അവൾ മെല്ലെ മെല്ലെ പിന്നിലെത്തി. ഉയരമുള്ള മതിൽ ചാടിക്കടന്നു. ഒരു കൈയിൽ ബിയർ ബോട്ടിൽ, മറുകൈയിൽ പുകയുന്ന സിഗരറ്റ്. ബാറിൽ നിന്നും കൂട്ടുകാർക്കൊപ്പം ചിരിയോടെ നടന്നു വരുന്ന ഇഷാൻ. എടാ അളിയാ, എന്നാലും നിന്റെ ചങ്കൂറ്റം സമ്മതിച്ചു തന്നിരിക്കുന്നു. അത്രയും പേരുടെ മുന്നിൽ വെച്ച് അവള് നിന്നെ തല്ലിയപ്പോൾ ഞാൻ കരുതി നീ നാറിയെന്ന്. പക്ഷേ മോനെ, നിന്റെ തിരിച്ചടി ഉണ്ടല്ലോ, അത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എൻ്റെ രോമമൊക്കെ എണീറ്റ് നിന്നുപോയി. അത്രയും സൂപ്പർ മൊമെൻ്റ് ആയിരുന്നു അത്. ഇഷാൻ പൊട്ടിച്ചിരിച്ചു. അതാടാ ഈ ഇഷാൻ. ഇനി അവൾ എൻ്റെ മുന്നിൽ വരില്ല. ഒരു പെണ്ണിന് ഇതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടോ? എന്നോടുടക്കിയ നിമിഷത്തെ അവളിപ്പോൾ ശപിക്കുന്നുണ്ട്. ഒന്ന് പോടാ ഉവേ.
ആ നിമിഷത്തെ അവളിപ്പോ സ്മരിക്കുന്നുണ്ട്. അതുപോലെ ആട്ടാറ് കിസ്സല്ലേ അളിയാ ചുളുവിൽ അവൾക്ക് കിട്ടിയത്. പെണ്ണാസ്വദിച്ച് നിന്നുപോയി. ആണോടാ? പിന്നല്ലേ. കണ്ടു നിന്ന ഞങ്ങൾ പോലും കോരിത്തരിച്ചു പോയില്ലേ അളിയാ. നിന്റെ ഒരു ഭാഗ്യം, അല്ലാതെന്താ. ഇഷാൻ പൊട്ടിച്ചിരിച്ചു. ബിയർ ബോട്ടിൽ വായിലേക്ക് കമിഴ്ത്തി. പെട്ടെന്ന് അവരുടെ മുന്നിൽ ഒരു ഓപ്പൺ ജീപ്പ് ബ്രേക്ക് ഇട്ടു. 3-4 പേര് ചാടിയിറങ്ങി. ഇതിലാരാടാ? ഇഷാൻ ശ്യാം ജേക്കബ്. ഞാനാടാ. എന്താടാ നിനക്കൊക്കെ വേണ്ടത്? കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. വേണ്ടത് നിന്നെ തന്നെയാണടാ. ആദ്യത്തെ ഇടി അവൻ്റെ മൂക്കിലായിരുന്നു. ഇഷാൻ തെറിച്ചു വീണു. അവൻ്റെ കയ്യിലേക്ക് ബിയർ ബോട്ടിൽ കുത്തിക്കയറി. ഹാ! അവൻ നിലവിളിച്ചു പോയി. കൂടെയുള്ളവർ പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട്. എന്നാ അവരെ തടയാൻ ഇവർക്കായില്ല. അവൻ്റെ ഇരു കവിളിലും അവർ ആഞ്ഞടിച്ചു. കൈ ചുരുട്ടി അവൻ്റെ വയറ്റിലടിച്ചു. അവൻ്റെ കൈ പിടിച്ച് തിരിച്ചോടിച്ചു. അവൻ്റെ നിലവിളി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മദ്യവും അടിയും അവനെ വല്ലാതെ തളർത്തി. ശരിക്കും ഒന്ന് പ്രതിരോധിക്കാൻ പോലും അവനായില്ല. നീ പെൺപിള്ളേരെ പിടിച്ചുമ്മിക്കും അല്ലേടാ? ഒരുവൻ അലറിക്കൊണ്ട് അവൻ്റെ മുഖത്താഞ്ഞടിച്ചു. ചുണ്ടുപൊട്ടി ചോര ചീറ്റി തെറിച്ചു. ഇഷാൻ നിലത്തേക്ക് കൂർന്നു വീണു. ഡാ ഡാനി, വാ പോകാം. വരുന്നടാ. ഡാനി നിലത്തേക്ക് നോക്കി. ഡാ എടാ ചെക്ക, ഇത് ചെയ്തിട്ട് പോന്ന എൻ്റെ പേര് നീ മറക്കണ്ട. ഡാനി, ഇടിവെട്ട് ഡാനി. എണീറ്റ് നിൽക്കാൻ കെൽപ്പുണ്ടെങ്കിൽ നീ വന്നേക്ക്. നിനക്ക് ഭയങ്കര ഉശിരാണെന്നാണല്ലോ കേട്ടത്. അപ്പ പിന്നെ നീ പോരെ. ഞാനിവിടൊക്കെ തന്നെ കാണും. അന്വേഷിച്ചാ മതി. ആര് വേണേലും പറഞ്ഞു തരും. പോട്ടേടാ. അവർ ജീപ്പ് എടുത്തു പോയതും എല്ലാവരും അവൻ്റെ അടുത്തേക്ക് ഓടി. ഡാ ഷാനെ, അവള് നല്ല പണിയാണല്ലോ കൊടുത്തത്. അവൻ്റെ കിടപ്പ് കണ്ട് അവർ മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു. എടുക്കടാ. അവർ അവനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിറ്റേന്ന് രാവിലെ ബോധം തെളിഞ്ഞ ഇഷാൻ ഒന്ന് ഞരങ്ങി. അവൻ ചുറ്റും നോക്കി. തലേന്നത്തെ ഓർമ്മകൾ അവനെ പൊതിഞ്ഞു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. വേദനയോടെ അവൻ്റെ മുഖം ചുളിഞ്ഞു. അടുത്തിരുന്നുറങ്ങുന്ന കൂട്ടുകാരെ കണ്ടതും അവൻ അവരെ വിളിച്ചു. ഡാ ഡാ. ആ, നീ ഉണർന്നോ? എന്നാലും എൻ്റെ ഇഷാനെ, അവള് നല്ല പണിയാണല്ലോ തന്നത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കൊട്ടേഷൻ കൊടുക്കാൻ തുടങ്ങിയ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകും? എന്തായാലും കൊച്ചി രാജാവിലെ ദിലീപേട്ടൻ്റെ അവസ്ഥയാ നിനക്കിപ്പോ. ഇന്നലെ നന്നായി കഴിച്ചിരുന്നു. ഇല്ലെങ്കിൽ കാണിച്ചു കൊടുത്തേനെ ഞാൻ ആരാണെന്ന് അവൻ കടുപ്പിച്ചു പറഞ്ഞു. ആ, ഏതായാലും നിന്റെ കയ്യിലെ പ്ലാസ്റ്റർ എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു കൊടുക്കാൻ പോകാം. ഇപ്പം നീ റെസ്റ്റ് എടുക്കാൻ നോക്ക്. എടാ, നിന്റെ വീട്ടിലറിയിക്കണ്ടേ? കൊന്നു കളയും ഞാൻ. ഒരെണ്ണം പോലും ഒന്നും വീട്ടിലറിയിക്കരുത്. എനിക്ക് ഞാൻ മതി. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ജാൻവി, വിടില്ല ഞാൻ അവളെ. ജാൻവി, ജാൻവി, എന്തൊരു ഉറക്കമാ പെണ്ണേ. നീ ഇന്ന് ക്ലാസ്സിന് വരുന്നില്ലേ? ഞാനിന്നും വരുന്നില്ലടാ, നീ പൊയ്ക്കോ. ഇന്നലത്തെ ഇഷ്യൂ മനസ്സിൽ വെച്ചാണെങ്കിൽ അത് വിട്ടേക്കടാ. ഇതൊക്കെ ഒരു തമാശയായിട്ടെടുത്താൽ മതി. ജാൻവി അവളെ സൂക്ഷിച്ചു നോക്കി. ഞാനൊന്നും പറഞ്ഞില്ലേ. സോഫി എണീറ്റു പോയി. ഡാ, നീ എൻ്റെ വണ്ടി എടുത്തോ? അയ്യോ വേണ്ടേ. ആ വണ്ടിയാ ഇന്നലെ അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ വല്ല ബസ്സിനോ ഓട്ടോയ്ക്കോ പൊയ്ക്കോളാം. വാതിലിലേക്ക് നീങ്ങി അവൾ തിരിഞ്ഞു. അല്ല, ചോദിക്കാൻ മറന്നു. ഇന്നലെ വാർഡന്റെ കണ്ണു വെട്ടിച്ച് മതില് ചാടി എങ്ങോട്ടാ പോയത്? അവൾ ഒന്നിളിച്ചു. ഞാൻ ഇന്നലെ നമ്മുടെ ഷാജിപ്പാപ്പനെ ഒന്ന് കാണാൻ പോയതാ. ഹേ, എടി ദുഷ്ടേ, എന്നെ കൂട്ടാതെയോ? സോറിടാ, അപ്പോഴത്തെ ഒരു മൂഡിൽ ഇവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടിയില്ല. രാത്രി തന്നെ അവനിട്ട് 2 എണ്ണം പൊട്ടിക്കണമെന്ന് മനസ്സിങ്ങനെ പറയുന്നു. പകല് തന്നെ അങ്ങനെ പെരുമാറിയ അവൻ്റെ മുന്നിൽ രാത്രി പെട്ടാലുള്ള അവസ്ഥ ഓർത്ത്
ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങ് കൺട്രോൾ ചെയ്തു. പിന്നെ നമ്മുടെ പാപ്പനെയും പിള്ളേരെയും കണ്ട മൈൻഡ് ഫ്രീ ആകുമെന്ന് നിനക്കറിയാലോ. നേരെ തിയേറ്ററിലേക്ക് വിട്ടു. നിന്നെ വിളിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വാർഡന്റെ തിരുമൂഞ്ചി ഓർത്തപ്പോൾ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ആ, ഒരുവിധം കൊള്ളാം. ഹാ, ബെസ്റ്റ്. അപ്പൊ നിന്റെ ശ്രദ്ധ മൂവിയിലായിരുന്നില്ലല്ലേ? അതിപ്പോ എന്താ പറയാ ഞാൻ? എന്താടാ? ഒന്നുമില്ല, നീ പോകാൻ നോക്ക്. ആ ചെകുത്താൻ ചോദിച്ചാ എനിക്ക് വല്ല ലൂസ് മോഷനാണെന്ന് പറഞ്ഞേക്ക്. ആ, അല്ലേലും നിന്റെ ഏതാണ്ടൊക്കെ ലൂസാ. സോഫി ചിരിയോടെ വാതിൽ ചാരി. അവളുടെ ഉള്ളിൽ ഇഷാന്റെ മുഖം തെളിഞ്ഞു. എടാ കോപ്പേ, നിനക്കൊരു പണി തന്നില്ലേ? ഞാൻ ജോസ് കുര്യാക്കോസിന്റെ മകളല്ല, എൻ്റെ ചത്തുപോയ അപ്പനാണ് സത്യം. അതും ഈ കോളേജ് മുഴുവൻ കാണുന്ന രീതിയിൽ. ശടാ, അവനിട്ട് എന്ത് പണിയാ ദൈവമേ കൊടുക്കുക? ആലോചിച്ച് കിടന്നപ്പോഴാണ് സോഫിയുടെ കോൾ അവൾക്ക് വരുന്നത്. എന്താടാ? ഡാ, ഇന്നലെ രാത്രി ഇഷാനും കൂട്ടർക്കും നല്ല തല്ല് കിട്ടി. നീയാ ചെയ്യിച്ചെന്നാ എല്ലാരും പറയുന്നത്. ഹേ, ഞാനോ? അതേടാ, ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഗുണ്ടയായ ഇടിവെട്ട് ഡാനിയ അവരെ പഞ്ഞിക്കിട്ടത്. ഇപ്പോ എല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പിന്നെ ഈ മാനേജ്മെന്റ് ഒന്നും അറിഞ്ഞിട്ടില്ല. കുട്ടികളുടെ ഇടയിലെ മെസ്സേജാണിത്. ആഹാ, അപ്പൊ അത് വിശ്വസിക്കാം. എന്നതായാലും നന്നായി. ഞാൻ എന്ത് പണിയാ അവനിട്ട് കൊടുക്കുന്നതെന്നോർത്ത് തല പുകയ്ക്കുമായിരുന്നു. ഇനിയിപ്പോ അത് വേണ്ടല്ലോ. ഇത് ചെയ്യിച്ചത് ഞാൻ തന്നെയാണെന്നിരുന്നോട്ടെ. നീ തിരുത്താൻ നിൽക്കണ്ട. ഇനി അവന്മാർ എന്നോട് മുട്ടാൻ ഒന്ന് പേടിക്കും. സോഫി, ഇതെന്റെ ടൈമാണെന്ന് തോന്നുന്നു. ടൈം? മാനേജ്മെന്റ് അറിഞ്ഞാ മോളെ, നിന്റെ ചിരിയുണ്ടല്ലോ. അയ്യോ, പേടിപ്പിക്കാതെ പെണ്ണെ. ആ സന്തോഷം അങ്ങ് പോയി കിട്ടി. അല്ലടാ, ഏത് ഹോസ്പിറ്റലാ നമ്മുടെ ചേട്ടന്മാർ? സിറ്റിയിലെ ഹോസ്പിറ്റലിൽ. അവളൊന്ന് മൂളി. എന്റെ പൊന്നു ജാൻവി, അവിടെ പോയി ആള് കളിക്കാൻ നിൽക്കല്ലേ. അവന്മാരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. അനുഭവം മറന്നില്ലല്ലോ അല്ലേ? ഇടയ്ക്ക് അവൾ ചോദിച്ചു. പൊടി കോപ്പെ. സിസ്റ്റർ, ഇന്നലെ ആക്സിഡന്റ് പറ്റി 4-5 ആമ്പിള്ളേർ വന്നില്ലേ? അവരേത് റൂമിലാ? സെക്കൻഡ് ഫ്ലോർ, 201. താങ്ക് യു. അവൾ കയ്യിലെ പാക്കറ്റ് മുറുകെ പിടിച്ചു. ലിഫ്റ്റ് കയറി മുകളിലെത്തി. 201. ആ, ഇത് തന്നെ. അവൾ ഡോറിൽ മെല്ലെ മുട്ടി. വന്നോളൂ. അവൾ ഡോർ മെല്ലെ തുറന്നു. ആദ്യം കണ്ണിൽ പെട്ടത് പ്ലാസ്റ്റർ ചുറ്റിയ കൈയാണ്. അവൾക്കെന്തോ വല്ലായ്മ തോന്നി. നീയോ? ആ, ഞാൻ തന്നെ. എന്താ? അവൾ അവനെ നോക്കി പിടിപ്പിച്ചു. അവൾ ബെഡിലേക്ക് നോക്കി. നെറ്റിയിൽ കയ്യിൽ ഒക്കെ കെട്ടുകളും മുഖത്തെ ചതഞ്ഞ പാടുകളും പൊട്ടിയ ചുണ്ടും. ഇഷാന്റെ അവസ്ഥ കണ്ടതും അവൾക്കെന്തോ ഉള്ളിലൊരു വേലിയേറ്റം. കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവനെ അല്പസമയം നോക്കി നിന്ന് അവൾ തിരിഞ്ഞു. ഡോക്ടർ എന്തു പറഞ്ഞു? ചത്തിട്ടില്ല, ജീവൻ ബാക്കിയുണ്ട്. അതുകൂടി എടുക്കാൻ പറയായിരുന്നു. അവർ ദേഷ്യപ്പെട്ടു. ഒന്നുകൂടി ഡാനിച്ചനെ കാണുമ്പോ പറയാം. നീ എന്തോ ദുഷ്ടയാണടി. തല്ലാൻ ആളെ വിട്ടിട്ട് അവള് ഫ്രൂട്ട്സും വാങ്ങി വന്നേക്കുന്നു. കണ്ണിൽ ചോരയില്ലാത്ത രാക്ഷസി. നീ ഇന്നലെ വെല്ലുവിളിച്ചപ്പോ വെറുതെ ആയിരിക്കുമെന്നാ ഞങ്ങൾ കരുതിയത്. പക്ഷെ നീ പറഞ്ഞതുപോലെ തന്നെ അവന്റെ കൈ ഒടിപ്പിച്ചല്ലോ മഹാഭാബി. ഡോ, കുറച്ചു സമയം ഒന്ന് മിണ്ടാതിരിക്കോ? വന്നപ്പോ മുതൽ ചീവീടി ചിലയ്ക്കുന്ന പോലെ. അവൾ പറഞ്ഞതും അവർ പുറത്തേക്കിറങ്ങിപ്പോയി. അവൾ ഡോർ മെല്ലെ അടച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. നന്നായി പെരുമാറിയിട്ടുണ്ട്. ആരാകും ചെയ്യിച്ചത്? ആ, കയ്യിലിരിപ്പത്ര നന്നല്ലല്ലോ. അപ്പൊ ഇതൊക്കെ സ്വാഭാവികം. അവന്റെ ചുണ്ടിൽ നോട്ടം പതിഞ്ഞതും അവളുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞു. പെട്ടെന്ന് അവൾ മുഖം മാറ്റി. അവൾ പാക്കറ്റ് അവിടെ വെച്ച് പോകാൻ തിരിഞ്ഞു. എടോ, അവന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. താനെപ്പോന്നു? ഞാൻ ഇപ്പോ കുറച്ചു മുമ്പ്. അവന്മാരെവിടെ? പുറത്തേക്ക് പോയി. സംസാരിക്കുമ്പോൾ വേദന കൊണ്ട് അവന്റെ മുഖം ചൊളിയുന്നത് അവൾ ശ്രദ്ധിച്ചു. എന്തായാലും താൻ വന്നല്ലോ. ഞാൻ ഇന്നലെ തന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു.
താൻ എന്നോട് ക്ഷമിക്കണം. അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി. എന്താടോ മിഴിച്ചു നോക്കുന്നത്? ശരിക്കും പറഞ്ഞ ഞാൻ തന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഒരു സോറി കൊണ്ട് തീരുന്നതല്ല ഞാൻ തന്നോട് ചെയ്തത്. എന്നാലും തന്നെ ഒന്ന് കാണാൻ തോന്നി. എനിക്കപ്പോ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ പെൺകുട്ടികളോട് മര്യാദയില്ലാതെ പെരുമാറുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ആദ്യമായി എന്നോട് ക്ഷമിക്കടോ. അയ്യോ അവൾക്ക് അവന്റെ അവസ്ഥയിൽ വിഷമം വന്നു. സത്യം പറഞ്ഞ അവൾ വാ തുറന്നു. സാരമില്ലടോ, താൻ ഉശിരുള്ള കുട്ടിയാ. പറഞ്ഞതുപോലെ ചെയ്തല്ലോ. അങ്ങനെ വേണം പെൺകുട്ടികളായ. തന്നോടെനിക്ക് ബഹുമാനം തോന്നിപ്പോവാ. എന്നെപ്പോലെ അഹങ്കാരം കാണിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ വേണം പണി കൊടുക്കാൻ. ഇഷാൻ, അത് വിടടോ. താനിന്ന് ക്ലാസ്സിന് പോയില്ലേ? ഇല്ല, സോഫിയ വിവരം പറഞ്ഞത്. അപ്പൊ ഇത് ആപ്പിളും ഓറഞ്ചും ഒക്കെയാ. താൻ കഴിക്കുമല്ലോ. ഞാൻ പോട്ടെ. അവൻ മെല്ലെ തല ചലിപ്പിച്ചു. അവൻ വേദനയോടെ നിലവിളിച്ചു. അയ്യോ, എന്താ? എന്നെ ഒന്ന് നിവർന്നിരിക്കാൻ സഹായിക്കാമോ? വല്ലാത്ത വേദന. കണ്ണുകൾ നിറച്ച് അവൻ പറഞ്ഞു. അവൾ ഒന്നാലോചിച്ചു. പിന്നെ അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് അവനെ പിടിച്ച് മെല്ലെ ഉയർത്തി കട്ടിലിൽ ചാരിയിരുത്തി. അവളുടെ മുഖത്തേക്ക് നോക്കിയ അവന്റെ മൂക്ക് അവളുടെ കവിളിൽ ഉരഞ്ഞു. അവന്റെ ശ്വാസം അവളിൽ തട്ടി. അവൾ പിടച്ചിലോടെ വേഗം പിന്മാറി. ഓക്കെ ആണോ? ആ, എന്നാ ഞാൻ പോയിക്കോട്ടെ. ഇത്രയും പെട്ടെന്ന് പോണോ? ഇങ്ങനെ അടങ്ങിക്കിടന്ന് ശീലമില്ലാത്തോണ്ട് ആകെ ബോറ. അത് അവൾ അവനെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകൾ കഥ പറയുന്നത് കണ്ട് അവൾ അവനിൽ തറഞ്ഞു നിന്നുപോയി. നിമിഷങ്ങൾ കടന്നുപോയത് അവൾ അറിഞ്ഞില്ല. അവന്റെ കണ്ണുകളിൽ ലയിച്ചു പോയവൾ. പെട്ടെന്ന് ഡോറിൽ മുട്ടുകേട്ടു. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അവന്റെ പുഞ്ചിരി കൺകോണിൽ അവൾ കണ്ടു. വീണ്ടും ഡോറിൽ മുട്ടുകേട്ടു. അവൾ ഞെട്ടിപ്പോയി. സ്ഥലകാല ബോധം വീണതും അവൾ പിടഞ്ഞെണീറ്റു. ഡോറിൽ വീണ്ടും മുട്ടുന്നത് കേട്ട് അവൾ ഡോർ തുറന്നു. മുന്നിൽ വല്യപ്പച്ചൻ. ഞാൻ കരുതി കൊച്ചു ഉറങ്ങിപ്പോയെന്ന്. ദേ, അവരൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചു വാ. അവൾ അയാളുടെ പിന്നിൽ നടന്നു. റാഹേലേ, ഒരു കപ്പ് കാപ്പി കൂടി എടുത്തോ. ദേ, ആ കൊച്ചു വരുന്നുണ്ട്. അവളെ കണ്ടതും ജേക്കബ് വിളിച്ചു പറഞ്ഞു. ആ, വരുന്നു വെച്ചായാ. മോളിരിക്കേ. മോള് ബാംഗ്ലൂരിൽ നിന്നാണോ? അല്ലെങ്കിൽ ഞാൻ തമ്പാനൂരിൽ നിന്നാ വരുന്നത്. ബാംഗ്ലൂരിൽ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാ. ആണോ? അവൻ അങ്ങനെ ആരോടും ഒന്നും പറയില്ലെന്നേ. മോളുടെ പേര് ജാൻവി. ആ മോനെ, ദാ ഇതാരാ നോക്കിയേ. അയാൾ മുകളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. വരുന്നു പപ്പാ. അവന്റെ ശബ്ദം കേട്ടതും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ശ്വാസഗതി വേഗത്തിലായി. ഒപ്പം ഓടിയിറങ്ങുന്ന കാലൊച്ച അവളുടെ കാതിനെ തുളച്ചു കയറി. മോനെ, ദാ നിന്റെ ഫ്രണ്ട് വന്നേക്കുന്നു. എന്റെ ഫ്രണ്ടോ? അതാരാ? അവൻ സംശയത്തിൽ നോക്കി. ജേക്കബിന്റെ മറവിലിരിക്കുന്ന ആളെ കാണാഞ്ഞ് അവൻ നീങ്ങി. മോനെ, ദാ ഈ കാപ്പി പിടിച്ചേ. റാഹേൽ പറഞ്ഞതും അവന്റെ ശ്രദ്ധ അവിടേക്കായി. മോളെ, നീ കാപ്പി കുടിക്കില്ലേ? ആ ആന്റി, കുടിക്കും. ആ സ്വരം. അവൻ ഞെട്ടിത്തിരിഞ്ഞു. അവളുടെ മുഖം കണ്ടതും അവൻ ഞെട്ടിപ്പോയി. അവന്റെ കയ്യിൽ നിന്നും കാപ്പിക്കപ്പ് നിലത്തേക്ക് വീണുടഞ്ഞു. ജാനു. അവന്റെ ചുണ്ടുകൾ വിറച്ചു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ആൻഡ് ഹൈപ്പ്. ഇന്നെങ്കിലും മറക്കാതെ എല്ലാരും ലൈക്കും കമന്റും ഹൈപ്പും ചെയ്യണേ.